So hello everyone. നമ്മൾ ഇന്ന് ഫേസ് ഡിഫറൻസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫേസ് ഡിഫറൻസിന്റെ ഡയറക്റ്റ് ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഈ എക്സാമ്പിളിൽ നിങ്ങളൊരു 400 മീറ്റർ വൈഡ് ആയിട്ടില്ല ഒരു ഗ്രൗണ്ട് അസ്യൂം ചെയ്യുക. നമ്മുടെ കോളേജിലൊക്കെ ഉള്ള പോലെ ഒരു വലിയൊരു ഗ്രൗണ്ട്, അതിന് ട്രാക്ക് വരച്ചിട്ടുണ്ട്, ഓടാനുള്ള ട്രാക്ക് വരച്ചിട്ടുണ്ട്. അതാണ് ഈ ബ്ലൂ കളർ റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ട്രാക്കിലൂടെ രണ്ടാൾക്കാർ ഓടാൻ പോവാണ്. ഒരാൾ ബ്ലൂ ജേഴ്സി ഇട്ട ഒരാളും റെഡ് ജേഴ്സി ഇട്ട വേറൊരാളും. ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഈ ബ്ലാക്ക് കളറിൽ ഡാഷ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നതായിരുന്നു സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ബ്ലൂ കളറിലുള്ള ജേഴ്സി ഇട്ട ആള് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ റെഡ് കളറിൽ ഉള്ള ജേഴ്സി ഇട്ട ആള് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് 10 മീറ്റർ കഴിഞ്ഞിട്ട് 10 മീറ്റർ മുന്നോട്ടാണ് നിന്നിട്ടുള്ളത്. അവർ ഓടാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓടുന്നത് രണ്ടാൾക്കാർ ഓടുന്നത് ഇതേ ട്രാക്കിലൂടെയാണ്. രണ്ടാൾക്കാർ ഓടുന്നത് ഒരേ സ്പീഡിലാണെന്ന് അസ്യൂം ചെയ്യുക. സെയിം സ്പീഡിലാണ് രണ്ടാൾക്കാരും ഓടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് 1 മിനിറ്റൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ സപ്പോസ് ബ്ലൂ കളറിൽ ഡ്രസ്സ് ചെയ്ത് ആള്, ജേഴ്സി ഇട്ട ആള് ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇനി റെഡ് കളറിൽ ജേഴ്സി ഇട്ട ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാളും ഒരേ ട്രാക്കിലൂടെയാണ് ഓടുന്നത്, രണ്ടാളും ഒരേ സ്പീഡിലുമാണ് ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? രണ്ടാൾക്കാരും തമ്മിൽ ഇവർ സ്റ്റാർട്ട് ചെയ്ത് 10 മീറ്റർ ദൂരെയായിരുന്നു, ദൂരെയായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഒരേ സ്പീഡിൽ ഓടിയത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് ടൈമിൽ അവരെ നോക്കിയാലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ തന്നെയായിരിക്കും. നിങ്ങൾ ഏത് ടൈം, നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാലും 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാലും അവർ ഒരേ സ്പീഡിൽ തന്നെയാണ് ഓടുന്നുണ്ടെങ്കിൽ എല്ലാ ടൈമിലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ തന്നെയായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ കൺസെപ്റ്റ് തന്നെ ഒരു വേവ് ഫോമിൻ്റെ കേസിൽ എടുക്കുക. ഇവിടെ 2 വോൾട്ടേജ് വേവ് ഫോം ഉണ്ട്. ഒന്ന് V1ഉം രണ്ടാമത്തേത് 2 വോൾട്ടേജ് വേവ് ഫോം ഉണ്ട്. ഒന്നാമത്തേത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് V1ഉം റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് V2. ഓക്കെ, ഇതിൽ V1 ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ റെഫറൻസ് പോയിന്റിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അതായത് 0 എന്ന് പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സിസിന്റെ 0, അതാണ് നമ്മൾ റെഫറൻസ് പോയിന്റ്. ആ റെഫറൻസ് പോയിന്റിൽ തന്നെയാണ് V1 എന്നിരിക്കുന്ന ഈ ഒരു വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ V1ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? V1 ഈക്വൽ ടു മാക്സിമം വാല്യൂ V1m മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാലോ. 0 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇവിടെ റെഡ് കളറിലുള്ള ഈ ഒരു വേവ് ഫോം, അത് വേറൊരു വേവ് ഫോം ആണ്. വേറെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡൊക്കെ വേറെയാണ്. പക്ഷേ ഈ 2 വേവ് ഫോമിൻ്റെയും V1ൻ്റെതും V2ൻ്റെതും ഫ്രീക്വൻസി സെയിം ആണ്. ഇത് രണ്ടിനും സെയിം ഫ്രീക്വൻസിയാണ്. സെയിം ഫ്രീക്വൻസി ആകുമ്പോൾ ഫ്രീക്വൻസി സെയിം ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഒമേഗ ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും. കാരണം എന്താ? ഒമേഗ ഈക്വൽ ടു 2πf ആണ്. ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആണ്, ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്, ടൈം പീരീഡും സെയിം ആണ്. കാരണം ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ 1/t, ടൈം പീരീഡ് സെയിം ആയിരിക്കും. അതായത് ഈ 2 വേവ് ഫോമും തമ്മിൽ ഇവിടെ ബ്ലൂ സ്റ്റാർട്ട് ചെയ്യുന്നത് റെഫറൻസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ റെഡ് സ്റ്റാർട്ട് ചെയ്തത് ആ റെഫറൻസ് പോയിന്റിൽ നിന്ന് സപ്പോസ് ഒരു ഫൈ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഫൈ മാറിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസും 5 തന്നെയായിരിക്കും. അതായത് ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസും 5 തന്നെയായിരിക്കും, ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസും 5 തന്നെയായിരിക്കും. കാരണം ഫ്രീക്വൻസി സെയിം ആണ്, അതുകൊണ്ട് ടൈം പീരീഡ് സെയിം ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ വിഡ്ത്ത് തന്നെയായിരിക്കും ഈ റെഡിൻ്റെ കേസിൽ ഉണ്ടാവുക. ഈ ഓരോ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് ടൈം പീരീഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ബേസിക്കലി ഇതാണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇതിൽ 2 വേവ് ഫോം ഉണ്ട്, രണ്ടും ഡിഫറെൻറ്റ് വേവ് ഫോം ആണ്. പക്ഷേ 2 വേവ് ഫോമിൻ്റെതും ഫ്രീക്വൻസി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വേവ് ഫോമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ വേവ് ഫോം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രകാരം V2ൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? V2 is equal to maximum value V2m sin omega t. ഈ കേസിൽ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. സോ റൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ നെഗറ്റീവ് വരും, -5 -5 sin omega t -5. ഇവിടെ 5 എന്ന് പറയുന്നത്, ഞാനൊരു പുതിയൊരു ടേം കൊണ്ടുവരാണ്. ഇവിടെ 5 എന്ന് പറയുന്നത് V1 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വോൾട്ടേജും V2 എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് എടുത്ത് നോക്കാം. സോ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 alternating quantity of the same frequency have different 0 points. They are said to have phase differences. ഈ different 0 point എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്ലൂവിൻ്റെ 0 point ഇതാണ്, അതായത് 0 ആവുന്ന പോയിന്റ്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ വേവ് ഫോമിൻ്റെ 0 point ഇതാണ്. അത് രണ്ടിലും 2 ഇൻസ്റ്റൻറ്റിലാണ് 0 ആവുന്നത്. അപ്പോൾ ആ 2 ഇൻസ്റ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫേസ് ഡിഫറൻസ് യൂഷ്വലി ആംഗിളിൻ്റെ ടേംസിലാണ് പറയുക. അതിപ്പോൾ ഡിഗ്രി ആവാം അല്ലെങ്കിൽ റേഡിയനും ആവാം. സോ ഈ ഒരു ഡെഫിനിഷൻ, ഫേസ് ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും നോട്ട് ചെയ്യുക. 2 alternating quantities of the same frequency. ആ സെയിം ഫ്രീക്വൻസി എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദ സെയിം ഫ്രീക്വൻസി ഹാവ് ഡിഫറെൻറ്റ് 0 points. They are said to have phase differences. നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ സെറ്റിൽ 3 വോൾട്ടേജ് വേവ് ഫോംസാണ് ഉള്ളത്. V1 അതിൻ്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി തന്നെയാണ്. നെക്സ്റ്റ് V2 എന്ന് പറയുന്നത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. 5.2 എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. V3 അത് 5.3 എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് 1 by 1 ആയിട്ട് എഴുതാം. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ അതിൻ്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. V1 ഞാനിവിടെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂ മാർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. V1ൻ്റെ മാക്സിമം വാല്യൂ കാണിക്കാൻ വേണ്ടി V1m എന്ന് എഴുതാം. V1m sin omega t ആയിരിക്കും, കാരണം അത് 0 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് V2 റെഡ് കളറിലുള്ള വേവ് ഫോം. റെഡ് കളറിലുള്ള വേവ് ഫോം ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ V2m sin omega t ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് +5.2. സോ V3 എന്ന് പറയുന്നത് V3m sin omega t റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ -5.3 എന്ന് പറയാം. ഓക്കെ, -5.3 എന്ന് പറയാം. ഇനി നമുക്ക് ഡയറക്റ്റ്ലി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും V2ൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 5.2 ആണ്. V3ൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 5.3 ആണ്. ഇനി നമുക്ക് ഫേസ് ഡിഫറൻസ് നോക്കാം. ഫേസ് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ക്വാണ്ടിറ്റിയെങ്കിലും വേണം ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ
V1ഉം V2ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് V1ഉം V2ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? V1ഉം V2ഉം 5 2 അല്ലേ? അതായത് V1 തമ്മിലുള്ള ആംഗിളും V1ഉം V2ഉം തമ്മിൽ ഉള്ള ഫേസ് ഡിഫറൻസ് 5 2 ആണ്. ഇനി V1ഉം V3ഉം തമ്മിലോ? V1ഉം V3ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 5 3 ആണ്. ഫേസ് ഡിഫറൻസ് 5 3 ആണ്. ഇനി V2ഉം V3ഉം തമ്മിലോ? V2ഉം V3ഉം നിങ്ങൾക്ക് ഈ വേവ് ഫോം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. V2ഉം V3ഉം തമ്മിൽ 5 2 പ്ലസ് 5 3ൻ്റെ വ്യത്യാസമുണ്ട്. 5 2 പ്ലസ് 5 3 5 2 പ്ലസ് 5 3 നമുക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 0 പോയിന്റ് എന്ന് പറയുന്നത് V2ൻ്റെ 0 പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. V3ൻ്റെ 0 പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് V2ഉം തമ്മിലുള്ള 0 പോയിന്റ് തമ്മിലുള്ളത് 5 2 ആണ് ആംഗിൾ. റെഫറൻസ് പോയിന്റിൽ നിന്ന് V3 തമ്മിലുള്ള 0 പോയിന്റ് തമ്മിലുള്ള ആംഗിൾ 5 3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുന്നത് 5 2 പ്ലസ് 5 3. ഓക്കെ, ഇനി നമുക്ക് വേവ് ഫോംസ് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ V2 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന വേവ് ഫോമിൻ്റെ 0 പോയിന്റ്, അതായത് ഈ പോയിന്റാണ് V1നെ കാട്ടി മുന്നേ വരുന്നത് അല്ലേ? V1 0 ആവുന്നതിന് മുന്നേ തന്നെ V2 0 ആയി. V1 മാക്സിമം ആവുന്നതിന് മുന്നേ തന്നെ V2 മാക്സിമം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി V1ഉം V3യും കമ്പയർ ചെയ്ത് നോക്കി. ഈ രണ്ട് വോൾട്ടേജ് ഇവിടെ V1ന് 0 പോയിന്റ് ആയതിനു ശേഷമാണ് V3 ആവുന്നത്. V1 മാക്സിമം ആയതിനു ശേഷമാണ് V3 മാക്സിമം ആയത്. ഇതിന് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ കോമൺലി ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന ടേമാണ് ലീഡിങ്ങും ലാഗിങ്ങും. രണ്ട് ടേംസ് ആണ് ലീഡിങ്, ലാഗിങ്. ഈ ഒരു വേവ് ഫോമിൻ്റെ കേസിൽ നമുക്ക് പറയാം V2 അതായത് ഈ വേവ് ഫോമിൻ്റെ 0 പോയിന്റ് ആണ് ആദ്യം. സോ V2 ലീഡ്സ് V1 എന്ന് പറയാം. V2 ലീഡ്സ് V1 എന്ന് പറയാം. ഇനി V2ൻ്റെ 0 പോയിന്റ് ആണ് V3നെക്കാട്ടി മുമ്പിൽ, ഏറ്റവും മുമ്പിൽ V2 ആണ്. സോ V2നെ നമുക്ക് ഇങ്ങനെയും പറയാം, V2 ലീഡ്സ് V3 എന്നും പറയാം. ഇനി V1ഉം V3യും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം V1 ലീഡ്സ് V3 എന്ന് പറയാം. V1 ലീഡ്സ് V3 എന്ന് പറയാം. V3നെക്കാട്ടിയും ലീഡ് ചെയ്തിട്ടാണ് V1 ഉള്ളത് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു റണ്ണിങ് റേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റണ്ണിങ് റേസോ അങ്ങനെ ഏതെങ്കിലും ആകുമ്പോൾ മുന്നിലുള്ള ആളല്ലേ ലീഡ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ കേസ് നോക്കുന്ന സമയത്ത് വോൾട്ടേജ് V1 ഉണ്ട്, V3 ഉണ്ട്. ഇതിൽ നമ്മൾ ഈ ഒരു വേവ് ഫോം നോക്കുന്ന സമയത്ത് V3 ആണ് മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് നാച്ചുറലി നമുക്ക് പറയുമ്പോൾ ഒരു ടെൻഡൻസി തോന്നുക V3 ലീഡ് ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ടൈമാണ് ഇവിടെ ആക്സിസ് ആയിട്ട് എടുത്തിട്ടുള്ളത്, അല്ലാതെ ഡിസ്റ്റൻസോ അങ്ങനെയൊന്നുമല്ല, ടൈമാണ് ആക്സിസ് ആയിട്ട് എടുത്തത്. ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് സൈഡിലുള്ളവർ ചെറിയ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ റെഫറൻസ് പോയിന്റിനെ കാട്ടി ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്റ്റൻസ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇവിടെ എക്സ് ആക്സിസ് ടൈമാണ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ω t ആണ് ആക്സിസ്. അപ്പോൾ ഇവിടെ V3 അല്ല ലീഡിങ്, V1 ആണ് ലീഡിങ്. കാരണം V1 ചെറിയ ടൈമിലേ തുടങ്ങി, അപ്പോൾ V1 ആയിരിക്കുമല്ലോ ലീഡിങ്. സോ V1 ലീഡ്സ് V3. ഇത് തന്നെ നമ്മൾക്ക് തിരിച്ചും പറയാം,
V1 ലാഗ്സ് V2 എന്നും പറയാം. V1 ലാഗ്സ് V2 എന്ന് പറയാം, അല്ലെങ്കിൽ V3 ലാഗ്സ് V1 എന്നും പറയാം, അല്ലെങ്കിൽ V3 ലാഗ്സ് V2 എന്നും പറയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഇവിടെ പറയാൻ കാരണം, നമ്മൾ പൊതുവെ ഫേസ് ഡിഫറൻസ്, രണ്ട് വേവ് ഫോമിൻ്റെ ഫേസ് ഡിഫറൻസ് പറയുന്ന സമയത്ത് ഈ ഒരു ടേമും കൂടി ഉപയോഗിക്കും. അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ ഒന്ന് നെക്സ്റ്റ് സെഷനിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടേമാണ് ലീഡിങ്, ലാഗിങ് എന്നുള്ളത്. അതെങ്ങനെയാണ് പറയുക, അതെന്താണ്, എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അത് അങ്ങനെ ലീഡിങ് എങ്ങനെയാണ് ആവുക എന്നുള്ളതും നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫേസ് ഡിഫറൻസ് പറയുന്നതിൻ്റെ സമയത്ത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസാണ് ലീഡിങ്, ലാഗിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫേസ് ഡിഫറൻസ് എന്നുള്ള ഇത് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് പറയാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കേസിൽ V1ഉം V2ഉം എടുക്കുകയാണ്. V1 എന്ന് പറഞ്ഞിരിക്കുന്ന വേവ് ഫോമും V2 എന്ന് പറഞ്ഞിരിക്കുന്ന വേവ് ഫോമും. അപ്പോൾ നമുക്ക് പറയാം V1, ഇവിടെ ആരാ ലീഡിങ്, V1 ആണോ V2 ആണോ? ഇവിടെ ലീഡിങ് V2 ആണ്. നിങ്ങൾ എപ്പോഴും ആ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവിടെ ഫിസിക്കലായിട്ട് ഒരാൾ ഓടുമ്പോൾ മുന്നിലുള്ള ആൾ, ആ ഒരു കൺസെപ്റ്റ് എടുക്കരുത്. ടൈം ആക്സിസ് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ V1 ലാഗ്സ് V2. നമുക്കറിയാം V1 ലാഗ്സ് V2 ബൈ φ2. V1 ലാഗ്സ് V2 ബൈ φ2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷനായി. V1ഉം V2ഉം തമ്മിൽ φ2 എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിളിൻ്റെ ഡിഫറൻസ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ തമ്മിൽ. അവിടെ V2 ആണ് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ V1 ആണ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് വേവ് ഫോമും വരക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ്, അപ്പോൾ V1ഉം V2ഉം തമ്മിലുള്ള കേസ് എടുത്തു. ഇനി നമുക്ക് V2ഉം V3ഉം തമ്മിലുള്ള കേസ് എടുക്കാം. നമുക്ക് എപ്പോഴും ലാഗിങ് ഉപയോഗിക്കണമെന്നോ എപ്പോഴും ലീഡിങ് ഉപയോഗിക്കണമെന്നോ ഒന്നുമില്ല. നമുക്ക് കൺവെൻഷൻ പോലെ നമുക്ക് ഈ കേസിൽ നമുക്ക് V2 ലീഡ്സ് V3 ബൈ, നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു എത്രയാണ് ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, എത്രയാണ് ആംഗിൾ ഫേസ് ഡിഫറൻസ് വരിക, φ2 പ്ലസ് φ3 φ2 പ്ലസ് φ3. ഇനി V1ഉം V2ഉം V2ഉം V3ഉം. ഇനി V1 എന്താ, V1 ലീഡ് ചെയ്യുകയാണ് അല്ലേ, V3നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ V1 ലീഡ്സ് V3 ബൈ കേസിൽ φ3. ഈ ഒരു മൂന്ന് വേവ് ഫോമിൻ്റെ കേസും കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ V1, ഒന്നാമത്തെ വേവ് ഫോം V1, അതായത് ഈ വേവ് ഫോം, അത് റെഫറൻസ് പോയിന്റുമായിട്ട് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ φ1 എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ മാറിയിട്ടാണുള്ളത്. സോ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, V1m സൈൻ ഒമേഗ ടി റൈറ്റ് സൈഡിലേക്കാണ് മാറിയിട്ടുള്ളത്. സോ മൈനസ് φ1. ഇനി V2 ഈക്വൽ ടു V2m സൈൻ ഒമേഗ ടി. V2ഉം റെഫറൻസ് പോയിന്റിൽ നിന്ന് V2ൻ്റെ ഇനീഷ്യൽ പൊസിഷനും റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുള്ളത്. എത്ര ആംഗിൾ, φ2 ആംഗിൾ മാറിയിട്ടുള്ളത്. സോ മൈനസ് φ2. V3 ഈക്വൽ ടു V3m സൈൻ, V3m ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. എത്ര ആംഗിൾ, φ3 എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ φ3. ഈ കേസിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് എങ്ങനെ പറയാം,
ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ നമുക്ക് ആദ്യം V1ഉം V2ഉം തമ്മിലുള്ളത് നോക്കാം. ഈ V1ഉം V2ഉം തമ്മിലുള്ള കേസിൽ V1 ആണ് V2നെ ലീഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, V1 ലീഡ്സ് V2 ബൈ തമ്മിലുള്ള ആംഗിള് V1ഉം V2ഉം തമ്മിലുള്ള ആംഗിള് Φ2 മൈനസ് Φ1 അല്ലേ. 0 ഇവിടെ വരെ Φ1, 0 ഇവിടെ വരെ Φ2. So V1 leads V2 by Φ2 minus Φ1. Next V2ഉം V3യും തമ്മിലോ? ഇവിടെ V3 ആണ് ലീഡ് ചെയ്യുന്നത്. സോ V2 lags V3 അല്ലെങ്കിൽ V3 ലീഡ്സ് V2 ബൈ എത്ര ആംഗിള്? ഇവിടം തൊട്ട് ഇവിടം വരെ Φ3, ഇവിടം തൊട്ട് ഇവിടം വരെ Φ2. സോ ബൈ Φ2 പ്ലസ് Φ3. അപ്പോൾ V2 V3 ആയി. ഇനി V3യും V1ഉം തമ്മിൽ, V3യും V1ഉം നോക്കുന്ന സമയത്ത് V3 ആണ് ലീഡ് ചെയ്യുന്നത്. സോ V3 ലീഡ്സ് V1 ബൈ, ഇത് തമ്മിലുള്ള ആംഗിൾ 0 തൊട്ട് V1ന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ വരെ Φ1, 0 തൊട്ട് V3ന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ വരെ Φ3. സോ Φ1 പ്ലസ് Φ3. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റിയിട്ടൊക്കെ എഴുതാം. V1 ലീഡ്സ് V2 പകരം V2 ലാഗ്സ് V1 എന്നൊക്കെ എഴുതാം. അത് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന രണ്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കഴിഞ്ഞ എക്സാമ്പിളുകളിൽ വേവ് ഫോം വരച്ചതിന് ശേഷമായിരുന്നു നമ്മൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് വേവ് ഫോം വരക്കാതെ തന്നെ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് എങ്ങനെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഇക്വേഷൻ സൈൻ ഒമേഗ ടി മൈനസ് 45 ഡിഗ്രി, സൈൻ VM സൈൻ ഒമേഗ ടി പ്ലസ് 60 ഡിഗ്രി, VM കോസ് ഒമേഗ ടി, V4 തന്നിട്ടുള്ള VM കോസ് ഒമേഗ ടി പ്ലസ് 15 ഡിഗ്രി. ഇതിൽ പുതുതായിട്ട് ഈ V3യും V4ഉം നോക്കിയാൽ നമുക്കത് കോസിൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത് മനസ്സിലാവും. V4ഉം കോസിൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കോസിൻ്റെ ടേംസിനെ നമ്മൾ സൈനിൻ്റെ ടേംസിലേക്ക് മാറ്റണം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കോസിനെ സൈനിലേക്ക് മാറ്റണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 സൈനിൻ്റെ വാല്യൂവിനെ കോസിലേക്ക് മാറ്റിയിട്ടും ചെയ്യാം, കൊസൈൻ ഫംഗ്ഷനായിട്ടും ചെയ്യാം. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഈ 4 എണ്ണത്തിൻ്റെയും ഫേസ് ഡിഫറൻസ് കാണാനാണ്, ഈ 4 വേവ് ഫോമിനെ അനലൈസ് ചെയ്യാനാണെങ്കിൽ അതിന് ഐദർ സൈനിൻ്റെ ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ കൊസൈൻ്റെ ഫംഗ്ഷനായിട്ടോ എല്ലാത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ V3 ഈ VM കോസ് ഒമേഗ ടിനെ എങ്ങനെ സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സിലേക്ക് പോവാം. അപ്പോൾ അതിൽ സൈനിൻ്റെ വേവ് ഫോം ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ സൈൻ ഒമേഗ ടിക്ക് പകരം നമ്മൾ തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സൈനിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇങ്ങനെയാണ് വരിക. 0 ഡിഗ്രിയിൽ സൈൻ 0 ആണ്, 90 ഡിഗ്രിയിൽ 1 ആണ്. കോസിൻ്റെ ഫംഗ്ഷൻ കോസ് 0 ഡിഗ്രിയിൽ കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്, കോസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് -1 ആണ്, കോസ് 270 ഡിഗ്രി 0 ആണ്, കോസ് 360 അഗെയിൻ 1 ആവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേവ് വരക്കുന്ന സമയത്ത് ഈ റെഡ് കളറിൽ വരച്ച പോലെ ഉണ്ടാവുക, കാരണം 0 ഡിഗ്രിയിൽ 1 ആയിരിക്കും. നമുക്കവിടെ ഇത് 1, ഇത് -1. സോ 90 ഡിഗ്രി ആവുന്ന സമയത്ത് 0 ആയി, 180 ആകുമ്പോൾ -1 ആയി. ഇനി ഈ റെഡ് കളറിലുള്ള ഈ ഒരു വേവ് ഫോമും ബ്ലാക്ക് കളറിലുള്ള സൈനിൻ്റെ വേവ് ഫോമും കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും, സൈനിൻ്റെ വേവ് ഫോമിനെ 90 ഡിഗ്രി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസിൻ്റെ വേവ് ഫോം കിട്ടും. സൈനിൻ്റെ വേവ് ഫോമിനെ 90 ഡിഗ്രി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ കോസിൻ്റെ വേവ് ഫോം കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് സൈൻ, അപ്പോൾ കോസിൻ്റെ ഫംഗ്ഷൻ കോസ് തീറ്റേനെ നമുക്ക് സൈനിൻ്റെ ടേംസിലേക്ക് എങ്ങനെ എഴുതാം?
സൈനിൻ്റെ ഫംഗ്ഷനാ 90 ഡിഗ്രി സൈനിൻ്റെ ഫംഗ്ഷന് 90 ഡിഗ്രി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തീറ്റ പ്ലസ് 90 ഡിഗ്രി അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ സൈൻ 90 മൈനസ് തീറ്റ 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ, സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു റിലേഷൻ ഞാൻ ഇവിടെ ഉപയോഗിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരേണ്ട ഫോം നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. സൈൻ എഴുതി തീറ്റ ഒമേഗ ടി വന്ന് അതിന് ശേഷമാണ് ഫേസ് ആംഗിൾ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒമേഗ ടിക്ക് ഒരു മൈനസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഫോം ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും റിലേഷനും മാത്തമാറ്റിക്കലി കറക്റ്റ് തന്നെയാണ്. ഞാനിവിടെ ഇത് ചൂസ് ചെയ്യാൻ കാരണം തീറ്റ പ്ലസ് ഓർ മൈനസ് സം ഡിഗ്രി ഫേസ് ആംഗിൾ ആ ഒരു ഫോമിൽ വരേണ്ടതുകൊണ്ടാണ്. ഇനി മാത്തമാറ്റിക്കലി നമുക്കിത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ റിലേഷനിൽ തന്നെ തുടങ്ങാം. നമുക്ക് അറിയാവുന്ന വേറൊരു റിലേഷൻ കൂടിയുണ്ട്. കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണെന്ന് അറിയാം. ഇതെങ്ങനെ കിട്ടിയേ? നിങ്ങൾക്ക് ആ ഒരു ടേബിൾ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ASTC ഇവിടെ ഈ ഒരു ക്വാഡ്രന്റിൽ, അതായത് മൈനസ് ആവുന്ന ക്വാഡ്രന്റിൽ കോസിൻ്റെ മൈനസ് കോസ് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾക്കറിയാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ എങ്ങനെ എഴുതാം? 90 ഡിഗ്രി തീറ്റയ്ക്ക് പകരം ഇവിടെ മൈനസ് തീറ്റയാണ് വരിക, സോ പ്ലസ് തീറ്റ എന്ന് വരും. അപ്പോൾ കോസ് തീറ്റയും കോസ് മൈനസ് തീറ്റയും കോസ് തീറ്റയും ഒന്ന് തന്നെയാണ്. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ തുടങ്ങിയാൽ നമുക്ക് ഈ റിലേഷൻ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ വേവ് ഫോം വെച്ചിട്ട് പറയുകയാണ്. കോസിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത് സൈനിൻ്റെ വേവ് ഫോമിനെ 90 ഡിഗ്രി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ വേവ് ഫോമിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് V3നെ VM സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V4നെ VM സൈൻ ഒമേഗ ടി പ്ലസ് 90 കോസിനെ മാറ്റുന്നതുകൊണ്ട് ഓൾറെഡി ഉണ്ടാവും. ആ 90ൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു പ്ലസ് 15 കൂടി ഉണ്ട്. സോ 90 ഡിഗ്രി പ്ലസ് 15 ഡിഗ്രി എന്ന് പറയുന്നത് VM സൈൻ ഒമേഗ ടി പ്ലസ് 105 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ 4 വേവ് ഫോമിനെയും 4 വോൾട്ടേജിൻ്റെ വേവ് ഫോമിനെയും നമ്മൾ സൈനിൻ്റെ ടേംസിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഫേസർ ഡയഗ്രാം ഈ വേവ് ഫോം വരക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് V1ൻ്റെയും V2ൻ്റെയും ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിളിൽ നിന്ന് രണ്ടാമത്തെ വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത് നമുക്ക് ചെയ്യാം ഞാൻ ഫേസ് ആംഗിളിനെ ഷോർട്ട് ഫോം PA എന്ന് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതാം. ഫേസ് ആംഗിൾ ഓഫ് V1 മൈനസ് ഫേസ് ആംഗിൾ ഓഫ് V2 equal to face angle of V1 minus 45 degree minus face angle of V2 plus 60 degree. So minus 45 degree minus 60 degree എന്ന് പറയുന്നത് minus 105 degree minus 105 degree. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് കിട്ടി. 105 ആണ് ഫേസ് ഡിഫറൻസ്. ഈ രണ്ട് വേവ് ഫോം തമ്മിലുള്ള ഡിഫറൻസ് 105 ആണ്. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ V1 നിന്ന് V2 ആണ് കുറച്ചത്. അപ്പോൾ നമുക്ക് ലീഡിൻ്റെയും ലാഗിൻ്റെയും കേസിൽ പറയുകയാണെങ്കിൽ പറയാം V1 lags V2 by
105 ഡിഗ്രി എന്ന് എഴുതി. ഇവിടെ മൈനസ് വന്നുകൊണ്ട് നമ്മൾ ലാഗ്സ് എന്ന് പറഞ്ഞു. ഇനി ഇതേ കേസ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്തു നോക്കാം. ഈ V1ൻ്റെയും V2ൻ്റെയും ഫേസ് ഡിഫറൻസ് തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഫേസ് ആംഗിൾ ഓഫ് V1ന് പകരം ഫേസ് ആംഗിൾ ഓഫ് V2 മൈനസ് V1 ചെയ്തു. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫേസ് ആംഗിൾ ഓഫ് V2 മൈനസ് ഫേസ് ആംഗിൾ ഓഫ് V1 ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഫേസ് ആംഗിൾ ഓഫ് V2 എന്ന് പറയുന്നത് 60 ഡിഗ്രി മൈനസ് ഫേസ് ആംഗിൾ ഓഫ് V1 എന്ന് പറയുന്നത് മൈനസ് 45 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു ഈ മൈനസും മൈനസും പ്ലസ് ആവും. സോ പ്ലസ് 105 ഡിഗ്രി. ഇവിടെ നമ്മൾ V2 മൈനസ് V1 ആണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലീഡിൻ്റെയും ലാഗിൻ്റെയും കേസിൽ പറയുമ്പോൾ ഇങ്ങനെ പറയണം, V2 ഇവിടെ പ്ലസ് ആണ് കിട്ടിയത്. സോ ലീഡ്സ് V1 ബൈ 105 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് ഒരു വേവ് ഫോം വരക്കാതെ തന്നെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആ രണ്ട് ഇക്വേഷൻ്റെയും ഫേസ് ആംഗിൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഫേസ് ആംഗിളിൻ്റെ ഡിഫറൻസ് കാണാം, മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുന്നുണ്ടെങ്കിൽ ലാഗ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പോസിറ്റീവാണ് കിട്ടുന്നുണ്ടെങ്കിൽ ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ ലാഗിങ് ലീഡിങ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ V1 മൈനസ് V2 ആണ് ചെയ്തത്. അപ്പോൾ V1 ലാഗ്സ് V2 എന്ന് തന്നെ പറഞ്ഞ് എഴുതണം. അല്ലാതെ ഇത് മൈനസ് ചെയ്ത് നെഗറ്റീവ് വന്നുകൊണ്ട് V2 ലാഗ്സ് V1 എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്ന ഓർഡർ ആ ഓർഡർ തന്നെ പറയണം. V1 മൈനസ് V2 ആയതുകൊണ്ട് V1 ലാഗ്സ് V2 ബൈ 105 ഡിഗ്രി. V2 മൈനസ് V1 ആണ് ഇവിടെ ചെയ്തത്. സോ V2 ലീഡ്സ് V1 ബൈ 105 ഡിഗ്രി പോസിറ്റീവ് വന്നുകൊണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. V3യും V4ഉം തമ്മിലുള്ളത് ഫേസ് ആംഗിൾ ഓഫ് V3 മൈനസ് ഫേസ് ആംഗിൾ ഓഫ് V4. അപ്പം ഇവിടെ നമ്മൾ ഈ ഇക്വേഷനുമാണ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലാതെ കോസിൻ്റെ ഇക്വേഷൻ അല്ല. നമ്മൾ സൈനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഫേസ് ആംഗിൾ ഓഫ് V3 എന്ന് പറയുന്നത് 90 ഡിഗ്രി, ഫേസ് ആംഗിൾ ഓഫ് V4 എന്ന് പറയുന്നത് മൈനസ് 105 ഡിഗ്രി. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 90 എന്ന് 105 കുറച്ചാൽ 15 ഡിഗ്രി മൈനസ് 15 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാം മൈനസ് ആണ് കിട്ടുന്നത്, അതുകൊണ്ട് ലാഗ്സ് ആയിരിക്കും. നമ്മൾ മൈനസ് ചെയ്ത ഓർഡർ V3 ആണ്. സോ V3 ലാഗ്സ് V4 ബൈ 15 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള കോമ്പിനേഷൻ കൂടി നോക്കുക. അതായത് V1ഉം V2ഉം V3യും V4ഉം മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി V1ഉം V3യും തമ്മിലുള്ളതും V1ഉം V4ഉം തമ്മിലുള്ളതും V2ഉം V3യും തമ്മിലുള്ളതും V2ഉം V4ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഡ്പസിലായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഓപ്പൺ ചെയ്ത് വരും, അവിടെ ആൻസർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ 4 വേവ് ഫോമും ഗ്രാഫിക്കലി അതിൻ്റെ വേവ് ഫോം ആയിട്ട് തന്നെ വരച്ച് നോക്കുക. ഗ്രാഫിക്കലി വരച്ച് നോക്കിയതിന് ശേഷം ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നത്, ഇത് ഗ്രാഫിക്കലി നോക്കുന്ന സമയത്തും ഈ സെയിം ഫേസ് ഡിഫറൻസ് തന്നെയാണോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഫേസ് ഡിഫറൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫേസ് ഡിഫറൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ലീഡിങ്, ലാഗിങ് ആ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക. അതിനുശേഷം പിന്നെയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ എഡ്പസിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.